من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم حافظوا على الصلوات والصلاة الوسطى وقوموا لله قانتين فإن خفتم فرجالا أو ركبانا فإذا أمنتم فاذكروا الله كما علمكم ما لم تكونوا تعلمون عن عبد الله بن عمر بن الخطاب رضي الله تعالى عنه أنه قال قال رسول الله صلى الله عليه وسلم بني الإسلام على خمس شهادة أن لا إله إلا الله وأن محمدا رسول الله وإقام الصلاة وإيتاء الزكاة وصوم رمضان وحج البيت من استطاع إليه سبيلا صدق الله العظيم وصدق رسوله النبي الكريم ونعم على ذلك من الشاهدين والشاكرين والحمد لله رب العالمين. ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളായ സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ച് ഈമാനോടുകൂടി മരണപ്പെടുന്നതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഹക്കായ കാര്യങ്ങൾ പറയാൻ കേൾക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കിയുള്ള ജീവിതം അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി തൃപ്തിയിലായി കഴിച്ചുകൂട്ടാൻ അല്ലാഹു തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഇസ്ലാം അടിസ്ഥാനപരമായി ഒരു മനുഷ്യൻ അതിനെ സ്വീകരിച്ച് ജീവിക്കുന്നതിന് 11 കാര്യങ്ങൾ ഉണ്ടായിത്തീരണമെന്ന് ചെറുപ്പം മുതലേ നമ്മൾ പഠിക്കുന്ന. അതിൽ 6 കാര്യങ്ങൾ മനുഷ്യന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. 5 കാര്യങ്ങൾ അവൻ്റെ കർമ്മവുമായി ബന്ധപ്പെട്ടതാണ്. വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നമ്മൾ ഈമാൻ കാര്യം എന്ന് പറയും. തുഅ്മിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി വൽ യൗമിൽ ആഖിരി വൽ ഖദരി ഖൈരിഹി വ ശർരിഹി മിനല്ലാഹി തആല. പ്രധാനപ്പെട്ട ഹദീസിന്റെ കിതാബുകളിലെല്ലാം കാണുന്ന മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിന്റെ ഭാഗമാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മനുഷ്യ രൂപത്തിൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വരികയും ഈമാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ കൊടുത്ത മറുപടിയാണ്: ഒന്ന്, അള്ളാഹുവിൽ വിശ്വസിക്കുക; 2, അള്ളാഹുവിന്റെ മലക്കുകളിൽ വിശ്വസിക്കുക; 3, അള്ളാഹു നിയോഗിച്ച പ്രവാചകന്മാരിൽ വിശ്വസിക്കുക; അള്ളാഹു അവതരിപ്പിച്ച ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുക; എല്ലാ ഖൈറും ശർറും അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണെന്നുള്ള ഉറച്ച വിശ്വാസം ഉണ്ടാകുക; അന്ത്യനാൾ, മരണാനന്തര ജീവിതം, ഇതിൽ വിശ്വസിക്കുക; സ്വർഗനരകങ്ങൾ, ഇതിൽ വിശ്വസിക്കുക. ഈമാൻ കാര്യങ്ങളാണ്. ഇത് മനുഷ്യന്റെ ഹൃദയത്തിലുണ്ടാകണം, മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിലുണ്ടാകണം. അതിൽ യാതൊരു ശുബഹത്തും ശക്കും, ഒരു സംശയവും, യാതൊരു നിലയിലുള്ള ബലഹീനതയും ഇല്ലാത്ത ഉറപ്പോടുകൂടി യഖീനോടുകൂടി ഹൃദയത്തിലുണ്ടാകണം. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈമാൻ വൽ യഖീനു കുല്ലുഹു. ഈമാൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ ഉറപ്പാണ്. ആ ഉറപ്പുണ്ടാകും. രണ്ടാമത്തെ 5 കർമ്മപരമായ കാര്യങ്ങളാണ്, പ്രവൃത്തിപരമായ 5 കാര്യങ്ങളാണ്. 5 കാര്യങ്ങൾ നമുക്കറിയാം, നമ്മൾ നേരത്തെ തൊട്ട് ചെറുപ്പം മുതലേ പഠിക്കുന്നതാണ്. ഒന്നാമത്തെ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഅന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് സത്യസാക്ഷ്യം വഹിക്കണം, ഷഹാദത്ത്. 2, 5 നേരത്തെ നമസ്കാരം മുടങ്ങാതെ നിർവഹിക്കണം ദിനേന. 3, സാമ്പത്തിക ശേഷിയുള്ള ആൾ അതിന്റെ നിയമം അനുസരിച്ച് സക്കാത്ത് കൊടുക്കണം. 4, പരിശുദ്ധ റമദാനിൽ നോമ്പനുഷ്ഠിക്കണം. ഹജ്ജ് കഴിയുന്നവർ കഅബയിൽ പോയി ജീവിതത്തിൽ ഒരു പ്രാവശ്യം ഹജ്ജ് നിർവഹിക്കും. ഇത് ഇസ്ലാം കാര്യങ്ങളെന്നാണ്. ഈ 11 കാര്യങ്ങൾ ഉണ്ടെങ്കിലേ ഒരാൾ മുസ്ലിം ആകുമെന്ന് നമുക്കെല്ലാം അറിയാം. അതിൽ വിശ്വാസപരമായ കാര്യങ്ങൾ മനുഷ്യന്റെ ഹൃദയത്തിലാണ് അതിന്റെ സ്ഥാനം. പക്ഷെ കർമ്മപരമായ കാര്യങ്ങൾ പ്രവൃത്തി കൊണ്ട് തെളിയിക്കേണ്ടത്.
ഇതിലൊന്നാമത്തത് ഷഹാദത്താണ്. ഷഹാദത്ത് കലിമ അത് ഈമാൻ കാര്യമാണെങ്കിലും അതിന്റെ സാക്ഷ്യപ്പെടുത്തലുണ്ടാകണം. അതാണ് ഇസ്ലാമിന്റെ തുടക്കം. ആക്കൊണ്ട് പറയണം. ലിസാൻ, ഹൃദയത്തിൽ അതിനെ സമ്മതിച്ചുകൊണ്ട് നാക്കുകൊണ്ട് വ്യക്തമായി പറയണം. നാക്കുകൊണ്ട് പറയാൻ കഴിയാത്തയാള് അതിനെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവൃത്തി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം. ഈ 5 കാര്യങ്ങള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ 5 കാര്യങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തി. അതിൽ ഓരോന്നും അതാതിന്റെ സ്ഥാനത്ത് വളരെ വലുതാണ്. ഒരു ക്രമം അതിൽ വച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട സമയത്തെ അടിസ്ഥാനപ്പെടുത്തിയ. ഉദാഹരണമായിട്ട് ഷഹാദത്ത് കലിമ അത് 24 മണിക്കൂർ ഉണ്ടാകണം. ഏതെങ്കിലും ഒരു സമയത്ത് അതിന് മാറ്റമായ വാക്കോ പ്രവൃത്തിയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഔട്ടാവും, ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്തേക്ക് പോകും. അതിന് വിരുദ്ധമായ വാക്കോ പ്രവൃത്തിയൊന്നും വരാൻ പാടില്ല. ഒരു സമയത്ത് പൂർണ്ണമായിട്ടും അതിന്റെ ഉള്ളിൽ നിൽക്കണം. എപ്പോഴും ആ കലിമ ഹൃദയത്തിൽ ഉണ്ടാകണം, ആ ഷഹാദത്ത് ഉണ്ടാകണം, ആ സാക്ഷ്യപ്പെടുത്തൽ ഉണ്ടാകണം, ആ സത്യസാക്ഷ്യം ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാര് ചെറിയ രീതിയിലെങ്കിലും അതിന് വിരുദ്ധമായ വാക്കുകൾ പ്രവൃത്തികൾ ചെയ്യുന്നതിനെ വളരെ വലിയ ഗുരുതരമായ പാപമായി പരിചയപ്പെടുത്തിയിരുന്നു. ഉദാഹരണം, ഷഹാദത്ത് കലിമയ്ക്ക് വിരുദ്ധമായൊരു വാക്കൊരാൾ പറയുക അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്യുക. ഷഹാദത്ത് കലിമയുടെ അടിസ്ഥാനമാണ് അള്ളാഹുവിനെ നമസ്കരിക്കുക എന്നുള്ളത്, സുജൂദ് ചെയ്യുക എന്നുള്ളത്. അള്ളാഹു അല്ലാത്ത മറ്റാർക്കെങ്കിലും സുജൂദ് ചെയ്യുക. മഹാന്മാരായ ഫുഖഹാക്കൾ എഴുതിയിട്ടുണ്ട്, മനുഷ്യൻ മുർത്തദ്ദായി പോകുന്ന പാഠത്തിൽ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന് പറയുന്ന പാഠത്തിൽ ഒരു സൃഷ്ടിക്ക് സുജൂദ് ചെയ്യുക, ആ സൃഷ്ടി സുജൂദിന് അർഹനല്ല എന്ന് ധരിച്ചുകൊണ്ടാണെങ്കിൽ പോലും, അയാൾ സുജൂദിന് അർഹനൊന്നുമല്ല എന്ന് ധരിച്ചുകൊണ്ടാണെങ്കിൽ പോലും ഒരു സൃഷ്ടിക്ക് സുജൂദ് ചെയ്താൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന മഹ്ദൂം തങ്ങൾ പ്രത്യേകമായി എഴുതിയിട്ടുണ്ട്. മിരാജലായിത്തമിൽ ഒന്നാളെ തോഫയിലുണ്ട്. ഷാഫി മദ്ഹബിന്റെ ആധികാരിക എഴുതുന്നതിലൊക്കെ കാണാൻ പറ്റും. അപ്പൊ എന്താണത്? അത് ഷഹാദത്തിന്റെ വിരുദ്ധമായ ഒരു പ്രവൃത്തി ആ മനുഷ്യരിൽ നിന്നുണ്ടാകും. സത്യസാക്ഷ്യത്തിന് വിരുദ്ധമായ ഒരു പ്രവൃത്തി ഉണ്ടാകും. അതുണ്ടാകാതെ സൂക്ഷിക്കണം. 24 മണിക്കൂറും ജീവിതത്തിന്റെ സായാഹ്നം വരെയും അവസാന ശ്വാസം വരെയും ആ ഷഹാദത്ത് ഉണ്ടാകണം. അതുകൊണ്ടാണ് അത് ആദ്യം പറഞ്ഞത്. ഇന്ന് മനുഷ്യർ എല്ലാ ഈ അടിസ്ഥാന കാര്യങ്ങൾക്കും തുരങ്കം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അടിസ്ഥാനപരമായ ഈ ദീനിൽ നിലനിൽക്കുന്നതിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് മനുഷ്യൻ ഇന്ന് തുരങ്കം വെച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണ പണ്ഡിതന്മാർ പറയും, വലിയ ഇൽമില്ലാത്ത സാധാരണക്കാരുടെ വിശ്വാസത്തിന് കോട്ടം വരുന്ന രീതിയിൽ അനുവദിക്കപ്പെട്ട വിഷയങ്ങൾ പോലും പണ്ഡിതന്മാർ ചെയ്യുന്നതിനെ സൂക്ഷിക്കണമെന്ന് പറയാറുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, അതൊക്കെ മാറി മാറി എവിടം വരെ എത്തിയെന്ന് പറഞ്ഞാല് മടവൂര് പടച്ചവനാണെന്ന് പറഞ്ഞ് പാട്ടിറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് ഏതെങ്കിലും സാധാരണക്കാരനൊന്നും പാടിയതല്ല. ഒരു കമീസൊക്കെ ഇട്ട് താടിയൊക്കെ വെച്ച് തലപ്പാക്കി പറ്റിയ മനുഷ്യൻ പച്ചയായിട്ട് പാടില്ല. അത് കുഫ്രാണെന്ന് ആർക്കെങ്കിലും സംശയമുണ്ടോ? സാധാരണക്കാർക്ക് സംശയമില്ല, മുസ്ലിയാക്കന്മാർക്ക് സംശയമാണ്. അത് കുഫ്രാണോ ഇല്ല. ഞാൻ തൊടുപുഴ നിൽക്കുമ്പോ അവിടെ സാധാരണ ഈ സിയാറത്ത് ടൂർ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. അതിന് ചില പ്രത്യേക ആൾക്കാരുണ്ട്. നമ്മുടെ നാട്ടിൽ അത് കൂടുതൽ. പ്രാവശ്യം തമിഴ്നാട്ടിലൂടെ അടുത്ത സമയത്ത് യാത്ര ചെയ്ത് വന്നപ്പോൾ ഏർവാടിയിൽ കയറി എന്താന്ന് കാണാൻ വേണ്ടി. മൊത്തം മലയാളികളാണ്. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, കേരളത്തിൽ നിന്ന് പുറപ്പെടുന്ന വണ്ടിയുടെ സമയം, കൊണ്ടുപോകുന്ന ആൾക്കാർ, എന്തെല്ലാം ചൂഷണങ്ങൾ അവിടെ നടക്കുന്നത്. അതിന് മുഴുവനും ഇവിടുന്നാണ് ഏറ്റവും കൂടുതൽ റിക്രൂട്ട്മെന്റ്, കേരളത്തിൽ. അപ്പൊ ഈ സിയാർത്ത് കൊണ്ടുപോയ ആള് ഇതൊരു മുസ്ലിയാരാണ്. അപ്പൊ സ്ഥിരമായി അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ പോകുന്ന ഒരാൾ എന്നോട് പറഞ്ഞു, അയാൾ അവിടെ ചെന്ന് ദുആ ചെയ്തപ്പം ആ കവറിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, പടച്ചവനെ നീയാണ് ഈ കിടക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം. അപ്പൊ ഈ കൂട്ടത്തിൽ പോയ അദ്ദേഹം ഒരു ചെറിയൊരു ഹോട്ടൽ നടത്തുന്ന ആളാണ്. അദ്ദേഹം അദ്ദേഹം
അദ്ദേഹം പറഞ്ഞ് നിർത്തണമൊക്കെ പറയാതിരിക്കും. അദ്ദേഹത്തിന് അറിയാതെ പറയാൻ പാടില്ല, അദ്ദേഹത്തിന് അറിയാതെ പറയാൻ പാടില്ല, ഇയാൾക്കറിയില്ല. ഇതാണ് ഇന്നത്തെ ഷഹാദത്ത് കലിമയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ദുരവസ്ഥ. സഹോദരങ്ങളെ, അല്ലാഹു തആല ഈമാൻ തന്നിട്ട്, അല്ലാഹു ഇസ്ലാം തന്നിട്ട് നമ്മൾ ആ ഈമാൻ വിട്ട് കളഞ്ഞുകൊണ്ട് കളിച്ചാൽ ഫദംദമ അലൈഹിം റബ്ബുഹും ബിദംബിഹിം ഫസവ്വഹ. അല്ലാഹു തആല കോപം കൊണ്ട് കലിതും, അല്ലാഹു കോപം കൊണ്ട് കലിതും. ഈ ദംദമ എന്ന വാക്ക് ചർച്ച ചെയ്യുന്ന സ്ഥലത്ത് പണ്ഡിതന്മാർ എഴുതിയിട്ടുണ്ട്, ഒരാൾ ഈ വാക്കിന്റെ കൃത്യമായ അർത്ഥം എന്താണെന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പൊ ആ വാക്ക് ഉപയോഗിക്കുന്ന ഒരു നാട്ടുകാരുണ്ട്, അറബി ഒരു ഗോത്രം. അപ്പൊ ആ മനുഷ്യൻ ആ നാട്ടിൽ കൂടെ ചുറ്റുകയാണ് ഈ വാക്കിന്റെ അർത്ഥം ഒന്ന് പഠിക്കാൻ. ഒന്ന് രണ്ട് ദിവസം ഇങ്ങനെ ചുറ്റി നടന്നു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഒരു കുട്ടി വിളിച്ചു പറയുന്നതായിട്ടുണ്ട്, യാ ഉമ്മി ദംദമലിനാഉ. ഉമ്മ, പാത്രം ഇതാ തിളച്ച് പൊങ്ങുന്നു. അടുപ്പിലിരിക്കുന്ന ഒരു ചട്ടി തിളച്ചിട്ട് അതിന്റെ മൂടി ഇങ്ങനെ പൊങ്ങി താഴെ അടിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയുണ്ടല്ലോ, അതിനാണ് ദംദമ എന്ന് പറയുന്നത്. പതഞ്ഞു പൊങ്ങുന്ന അവസ്ഥ. അല്ലാഹു പറഞ്ഞപ്പോ ദംദമ അലൈഹിം റബ്ബുഹും, അവരുടെ റബ്ബ് അവരുടെ മേൽ കോപം കൊണ്ട് കലിതുള്ളും. പ്രത്യേകിച്ച് ഈമാനും ഇസ്ലാമും അനുസരിച്ച് ജീവിക്കാനുള്ള അവസരം തന്നിട്ട് ശിർക്കും കുഫറുമായി ബന്ധപ്പെട്ട് ജീവിച്ചാൽ അല്ലാഹു കോപം കൊണ്ട് കലിതും. ഞാൻ പറഞ്ഞു വന്ന വിഷയം ഒന്നാമത്തെ കാര്യം ഷഹാദത്ത് കലിമ, രണ്ടാമത്തെ കാര്യം 5 നേരത്തെ നിസ്കാരമാണ്. ഇത് ദിവസവും നിർബന്ധമായി നിസ്കരിച്ചാലേ അനുഷ്ഠിച്ചാലേ ഒരാൾ മുസ്ലിം ആകും. ഇത് ഞാൻ 2 ആഴ്ച മുമ്പ് ഈ വിഷയം ഒന്ന് പറയണമെന്ന് ഓർത്തതാണ്. നമ്മളുടെ അടുത്ത സമയത്ത് നമ്മുടെ നാടുകളിൽ, നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ചില കോലാഹലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികൾ പോയിട്ട് നിസ്കരിക്കുക. എല്ലാവർക്കും അങ്ങനാണെങ്കിൽ ആരാധനാലയം വേണം അവിടെ. കാരണം മറ്റുള്ളവർ പറയുന്നു എല്ലാവർക്കും ആരാധനാലയം ഉണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ, മുസ്ലിങ്ങൾക്ക് മാത്രം എന്തോ. എല്ലാ മനുഷ്യർക്കും അറിയാനും ഒരാൾ മുസ്ലിമായി ജീവിച്ച് മരിക്കണമെങ്കിൽ ദിവസം 5 നേരം നിസ്കരിച്ചേ പറ്റുള്ളൂ, അത് നിർബന്ധമാണ്. മറ്റേതെങ്കിലും മതക്കാർക്ക് അങ്ങനെ ഒരു നിർബന്ധ കടമയുണ്ടോ? നിർബന്ധമായിട്ട് ആ മതത്തിൽ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ അവർ അനുഷ്ഠിക്കുന്നുണ്ട്, അതിന് ആരും തടസ്സം നിൽക്കുന്നില്ല. നമ്മൾ സിഖുകാരെ കണ്ടിട്ടില്ലേ, ഒരു വലിയ തലയെക്കെട്ട് കെട്ടും, പിന്നെ അതിനകത്ത് ഒരു ചീർപ്പ് വെക്കും, പിന്നെ നേരത്തെ അവൻ കയ്യിലൊരു ചെറിയ ആയുധവും പിടിക്കുമായിരുന്നു. ആയുധം പിടിക്കുന്നില്ലെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊരു ഫ്ലൈറ്റ് യാത്ര ചെയ്താലുണ്ട്. ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നതിന്റെ റൂൾ ഉണ്ടല്ലോ, നമുക്കറിയാമല്ലോ. കുത്തിക്ക് പോലും എടുത്ത് വെക്കാൻ പറ്റൂല. ഒരു പല്ല് കുത്തുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ആ ഒരു സ്റ്റിക്ക് നിയമപരമായി കൊണ്ടുപോകാൻ പാടില്ലെന്നാണ്. പിന്നെ നമ്മുടെ ഹാൻഡ് ബാഗിൽ കൊണ്ടുപോകാനുള്ളത് വേറെയാണ്, നീ റൂളറാണ്. കാരണം അതുകൊണ്ട് ഒരു മനുഷ്യൻ എന്ത് ചെയ്യാൻ പറ്റും, ഉപദ്രവിക്കാൻ പറ്റും. പക്ഷെ അവര് കൃത്യമായി വലിയൊരു ചെറിയ തരികസനമൊക്കെ വെക്കാറുണ്ട്. മുമ്പൊക്കെ മറ്റേ സാധനം വെക്കാറുണ്ട് അതിന് പകരം. എവിടെ പോയാലും, അത് പ്രധാനമന്ത്രി ആയാലും പ്രതിപക്ഷ നേതാവായാലും രാഷ്ട്രപതി ആണെങ്കിലും ഏത് രാജ്യത്ത് പോയാലും അവർക്ക് അത് അനുസരിച്ചും അംഗീകരിച്ചും പോകാനുള്ള അനുമതി ഈ രാജ്യം നൽകിയിട്ടുണ്ട്, ലോകം നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ട്? അവരുടെ മതത്തിന്റെ അടിസ്ഥാനപരമായ വിശ്വാസ സംഹിതയാണ്. അതുകൊണ്ട് അതിനെ മാനിക്കും. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ആണെങ്കിൽ 5 നേരം നിസ്കരിച്ചാലേ മുസ്ലിം ആവുള്ളൂ. ഈ 5 നേരത്തെ നിസ്കാരം ഇല്ലെങ്കിൽ മുസ്ലിം അല്ല. അതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഈ 5 കാര്യം ഉണ്ടെങ്കിലേ മുസ്ലിം ആവുള്ളൂ. പക്ഷെ നമ്മൾ വന്നിരുന്ന് ചർച്ച ചെയ്യാണ്, അപ്പൊ നിസ്കരിക്കാൻ പറ്റില്ല, പിന്നെ ബഹിഷ്കരിച്ചാൽ മതി. ഈ സമുദായത്തിന്റെ ഒരു വിഭാഗം പണ്ഡിതന്മാരെന്ന് പറയുന്നവർ ഈ ഉമ്മത്തിന്റെ അഖീദ നശിപ്പിച്ചു. അതായത് നേരത്തെ പറഞ്ഞു, വേറൊരു കൂട്ടർ ഈ ഉമ്മത്തിന്റെ ഫിഖ്ഹും നശിപ്പിച്ചു. ചിലർ വന്നിരുന്ന് പറയുന്നത് എല്ലാം കൂടെ വീട്ടിൽ പോയിട്ട് ഒന്നിച്ച് നിസ്കരിച്ചാൽ മതി. അല്ലാഹു ഖുർആനിൽ എന്താ പറഞ്ഞത്? ഹഫിദു അല സ്വലവാത്തി വസ്സലാത്തിൽ വുസ്ത വഖൂമു ലില്ലാഹി ഖാനിതീൻ. നിങ്ങൾ നമസ്കാരത്തെ സൂക്ഷിക്കണം, പ്രത്യേകിച്ച് സുബഹി അല്ലെങ്കിൽ അസ്ർ നമസ്കാരത്തെ കൂടുതൽ ശ്രദ്ധിക്കണം. നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി പൂർണ്ണമായി അല്ലാഹുവിലേക്ക് മുറിഞ്ഞു വീണ ഇബാദത്ത് അനുഷ്ഠിക്കണം. വഇൻ ഖിഫ്തും ഫരിജാലൻ ഔ റുക്ബാന.
ഇനി നിങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റാത്ത രീതിയിൽ ഭീതി നിറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായി. നിങ്ങളൊരു യുദ്ധമുഖത്താണ്, ശത്രുക്കളുമായി ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഭീതി നിറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റുന്നില്ല. എന്നാൽ നിങ്ങൾ നടന്നോ വാഹനത്തിൽ കയറിയോ നമസ്കാരം ആ സമയത്ത് പൂർത്തിയാക്കണം. ഇത് ഖുർആൻ. പിന്നെ സമാധാനമായി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ സമാധാനമായിട്ട് അല്ലാഹുവിനെ സ്മരിക്കണം. യുദ്ധവേളയിലാണ്, ശത്രുക്കളുടെ മുന്നിലാണ്, നിന്ന് നിസ്കരിക്കാൻ പറ്റുന്നില്ല, നമസ്കാരത്തിന്റെ സമയം തീർന്നു പോകുന്ന ഒരു ഘട്ടമുണ്ട് എങ്കിൽ നിങ്ങൾ നടന്നിട്ടോ വാഹനത്തിൽ കയറിയിട്ടോ നിസ്കാരത്തെ നിങ്ങൾ പൂർത്തിയാക്കണം. ഇനി യുദ്ധം കുറച്ച് ക്ഷമിച്ചിരിക്കുന്ന ഒരു സമയമാണ്, ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമല്ല, ശത്രുക്കൾ അവിടെ നിൽക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ജമാഅത്തായിട്ട് തന്നെ നിസ്കരിക്കണം. അത് ഖുർആനാണ്. ആ നിസ്കാരത്തിന്റെ രൂപം വരെ പഠിപ്പിക്കുന്നുണ്ട്. നിസ്കാരത്തിന്റെ രൂപം വരെ ഇമാം എങ്ങനെ നിസ്കരിക്കണം, എത്ര നിസ്കരിക്കണം, മാമൂം എത്ര നിസ്കരിക്കണം. അല്ല, യുദ്ധമാണ്, നിങ്ങൾ എല്ലാം കൂടെ ചേർത്ത് പിന്നെ നിസ്കരിച്ചാൽ മതി അല്ലാഹു പറഞ്ഞോ? ഖുർആനിൽ അല്ലാഹു പറഞ്ഞു. അങ്ങനെ പ്രവാചകൻ കാണിച്ചു തന്നോ? സഹോദരങ്ങളെ, ഈ 5 നേരത്തെ നിസ്കാരം ഇല്ലാത്ത ഒരാളിനെ ഇസ്ലാമായിട്ട് ഗണിക്കുകയില്ല. പറഞ്ഞു, ലാ ദീന ലിമൻ ലാ സ്വലാത്ത ലഹ്. നിസ്കാരം ഇല്ലാത്തവന് ദീനില്ല. ലാ ഹഖ ഫിൽ ഇസ്ലാം ലിമൻ തറക സ്വലാ. നമസ്കാരം ഉപേക്ഷിച്ചാൽ ഇസ്ലാമിൽ യാതൊരു ഓഹരിയുമില്ല. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ഓർമ്മപ്പെടുത്തി, മൻ തറക സലാത്തൻ മക്തൂബതൻ ഫഖദ് ബരിഅത മിൻ ദിമ്മത്തുല്ലാഹ്. ഫർള് നമസ്കാരം ആര് ഉപേക്ഷിച്ചോ അവൻ അല്ലാഹുവിൽ നിന്നും ഒഴിവായി, അല്ലാഹുവിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിവായി. അല്ലാഹുവിന് അവന്റെ ഉത്തരവാദിത്വം അല്ലാഹുവിന്റെ അടുക്കലല്ല. അല്ലാഹു അവനെ ഏറ്റെടുക്കുകയില്ല, അവനെ സഹായിക്കുകയില്ല, ആഖിറത്തിൽ അവനെ രക്ഷിക്കുകയില്ല. നാളെ ആഖിറത്തിലെ ആദ്യത്തെ ചോദ്യം ഈ നിസ്കാരത്തെ കുറിച്ചാണ്. ഖിയാമത്തിന്റെ ദിവസം ആദ്യത്തെ ചോദ്യം നിസ്കാരത്തെ കുറിച്ചാണ്. അത് ശരിയായി പൂർത്തീകരിച്ചാൽ അവൻ വിജയിച്ചു, രക്ഷപ്പെട്ടു. അതിൽ വീഴ്ച വന്നാൽ അവൻ പരാജയപ്പെട്ടു, അവൻ നഷ്ടവാളിയായി തീർന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതൊരു മനുഷ്യൻ സൂക്ഷ്മതയോടുകൂടി 5 നേരത്തെ നമസ്കാരം നിർവഹിച്ചോ, അത് അന്ത്യനാളിൽ അവന് സാക്ഷിയായിരിക്കും, പ്രമാണമായിരിക്കും, പ്രകാശമായിരിക്കും, അല്ലാഹുവിന്റെ മുന്നിലുള്ള തെളിവായിരിക്കും. ആരത് നിർവഹിച്ചില്ലയോ അതിന് പ്രകാശമില്ല, പ്രമാണമില്ല, അല്ലാഹുവിന്റെ മുന്നിൽ യാതൊരു സാക്ഷിയും ഒരു തെളിവും ഉണ്ടാവുകയില്ല. എത്ര എത്ര ഹദീസുകൾ. അതുകൊണ്ട് സഹാബാക്കൾ പറയുന്നുണ്ട്, സഹാബാക്കൾ റളിയല്ലാഹു അൻഹും ഏതെങ്കിലും ഒരു അമൽ ഉപേക്ഷിച്ച മനുഷ്യൻ അവന്റെ മേൽ കുഫ്ർ കൊണ്ട് വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് നമസ്കാരം ഉപേക്ഷിക്കുന്നവന്റെ മേലാണ് കുഫ്ർ കൊണ്ട് വിധിക്കും എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ദാഹിറയിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട് എന്നർത്ഥം. അങ്ങനെയാണ് സഹാബാക്കൾ ഗ്രഹിച്ചിരുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ ഒരു സമയത്തും അത് ഒഴിവാക്കാൻ അനുവാദം നൽകിയിട്ടില്ല. ഒരു മനുഷ്യന് ബുദ്ധിയുള്ളിടത്തോളം കാലം, അവന് ബുദ്ധിയുള്ളിടത്തോളം കാലം നിന്ന് നിസ്കരിക്കാൻ പറ്റുന്നില്ലേ, നീ ഇരുന്ന് നിസ്കരിക്കും. ഇരുന്ന് നമസ്കരിക്കാൻ പറ്റുന്നില്ലേ, കിടന്ന് നിസ്കരിക്കും. ഖിബിലയിലേക്ക് കിടന്ന് നിസ്കരിക്കാൻ പറ്റുന്നില്ലേ, ചരിഞ്ഞു കിടന്ന് നിസ്കരിക്കും. അങ്ങനെ പറ്റുന്നില്ലേ, എവിടേക്ക് തിരിയാൻ പറ്റുന്നു അങ്ങനെ നിസ്കരിക്കും. അതിനൊന്നും സാധിക്കുന്നില്ലേ, എന്റെ കണ്ണുകൊണ്ട് നീ ആംഗ്യം കാണിച്ച് നിസ്കരിക്കും. കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കാനും പറ്റുന്നില്ല, ഉള്ളോർമ്മയുണ്ടെങ്കിൽ ആ ഉള്ളുകൊണ്ട് കൽബുകൊണ്ട് നിസ്കരിക്കും. ഇസ്ലാമിന്റെ അടിസ്ഥാനമാണ് ഇത്രയും പറയുന്നത്. കൽബുകൊണ്ട് നിസ്കരിക്കും. റൂഹ് തൊണ്ടക്കയിൽ നിന്ന് പിരിയുന്നത് വരെ ഫർളാണ്. അത് കാരണം കൂടാതെ ഒരുമിച്ച് കൂട്ടാൻ പാടില്ല, കാരണം കൂടാതെ ചേർക്കാൻ പാടില്ല. അത് അതിന്റെ സമയത്ത് തന്നെ നിർവഹിക്കണം. ഇന്ന സ്വലാത്ത കാനത അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. ഈ നിസ്കാരം അത് വഖ്ത് നിശ്ചയിക്കപ്പെട്ടതാണ്. ഇത് അല്ലാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹുവിലേക്ക് വിളിച്ചിട്ട് കൊടുത്തതാണ്, ഇങ്ങോട്ട് വഹി അറിയിച്ചിട്ട് കൊടുത്തതല്ല. അല്ലാഹു ആദരിച്ച് നൽകിയതാണ്.
പരിശുദ്ധ ഖുർആനിന്റെ ആരംഭം മുതൽ ഏറ്റവും ഗൗരവമായി പറയുന്ന ഇബാദത്താണ്. ഇതാ ഉപേക്ഷിച്ചോ ഫഖദ് ഹദമദ്ദീന, ദീനിനെ പൊളിച്ചു കളഞ്ഞവനാണ്. നമസ്കാരമില്ലാത്തവൻ ഇസ്ലാമിൽ യാതൊരു പങ്കുമില്ല. ഒരു ഇസ്ലാമിക രാഷ്ട്ര സംവിധാനമാണെങ്കിൽ മുസ്ലിമീങ്ങൾ അവിടെ നമസ്കരിക്കാതെ കഴിഞ്ഞാൽ അങ്ങനെയുള്ള താരിഖ് സ്വലാത്തായ നമസ്കാരം ഉപേക്ഷിക്കുന്ന മനുഷ്യൻ അവനോട് ഇസ്ലാമിന്റെ ഭരണാധികാരി അത് നിർവഹിക്കാൻ ആവശ്യപ്പെടണം. നിർവഹിക്കുന്നില്ല എങ്കിൽ അവന്റെ മേൽ വധശിക്ഷ നടപ്പാക്കണം. ഇത് ഇസ്ലാമിക ശരീഅത്താണ്. ഇത് ഷാഫി മദ്ഹബിന്റെ മസലയാണ്, ഹംബലി മദ്ഹബിന്റെ മസലയാണ്, മാലിക്കി മദ്ഹബിന്റെ മസലയാണ്. മദ്ഹബിന്റെ ഇമാമിയങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് ഖുർആന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ. സാധാരണ മുഅ്മിനീങ്ങളെ ഖബറടക്കുന്നിടത്തല്ല അവനെ ഖബറടക്കേണ്ടത്. അതിന് പ്രത്യേക ഒരു ഏരിയ, ആ ഖബറിന്റെ മുകളിൽ സാധാരണ പോലെയല്ല, മണ്ണ് കൂനയായിട്ട് വെക്കണം. അങ്ങനത്തെ ഖബറടക്കമാറ്റം പറഞ്ഞു. ചില പണ്ഡിതന്മാർ എഴുതി അവിടെ എഴുതി വെക്കണം, അത് ഖബർ താരിഖു സ്വലാത്ത്, നിസ്കാരം ഉപേക്ഷിച്ചവന്റെ ഖബറാണിത്. എത്ര ഗൗരവമാണ് ഇസ്ലാം. നമ്മൾ പറയാം ഞാൻ വീട്ടിൽ പോയി നിസ്കരിച്ചാൽ സഹോദരങ്ങളെ, ഈ നമസ്കാരം നിർവഹിച്ചാലേ ഒരാൾ മുസ്ലിം ആളുകളുടെ മൂമിനാളുകളും നിർബന്ധമാണ് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അവിടെയാണ് പ്രശ്നം. അല്ലെങ്കിൽ ആർക്കും ഒരു ഉപദ്രവമില്ലല്ലോ. ഏതെങ്കിലും ഒരു മൂലയിൽ രണ്ടുപേരും നിസ്കരിച്ചു, ഇത്രയും കാലം ആർക്കും ഉപദ്രവമില്ലായിരുന്നല്ലോ. വർഗീയത ഇത്രത്തോളം വ്യാപകമാകുന്നതിന് മുമ്പ് എവിടെല്ലാം നമസ്കരിച്ചു. റോഡിൽ നിസ്കരിക്കും, പള്ളിയിൽ നിസ്കരിക്കും, പള്ളിപ്പുറത്ത് നിസ്കരിക്കും, ട്രെയിനിൽ നമസ്കരിക്കും, എയർപോർട്ടിൽ നമസ്കരിക്കും, ഫ്ലൈറ്റിൽ നിസ്കരിക്കും, ബസ്സിൽ നിസ്കരിക്കും. കാരണം അതൊരു മുഅ്മിന് ആവശ്യമാണ്. ആർക്കും ഉപദ്രവമുള്ള ഒരു കാര്യമല്ല, ആർക്കൊരു ഉപദ്രവമുള്ള കാര്യമല്ല. ഇതൊരു മുഅ്മിന് നിർബന്ധമാണ്, ഫർളാണ് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് എന്ത് ചോദിക്കുന്നത്, എന്നാ പിന്നെ നമ്മുടെ ആരാധനാലയങ്ങൾ അവിടെ വേണ്ടേ? നമ്മൾ പറഞ്ഞു അവിടെ ആരാധനാലയം ഉണ്ടാകണം, പറഞ്ഞില്ലല്ലോ. അവിടെ ആരാധനാലയൊന്നും വേണ്ട, ഏതെങ്കിലും മൂലം നമസ്കാരം പൂർത്തീകരിച്ചാണ്. അപ്പൊ അതിന്റെ ഗൗരവത്തോട് അത് രാജ്യത്തിന്റെ ഭരണഘടന അനുവദിച്ചു തരുന്ന നമുക്കുടെ മൗലികമായ ഒരു അവകാശമാണ്, എവിടെയും നിർവഹിക്കാം. പക്ഷെ കാലം മാറി, അവസ്ഥകൾ മാറിയപ്പോ ഇന്ന് നമ്മൾ അതിന്റെ ഗൗരവം കുറച്ച് കാണുകയും ഏതോ അങ്ങനെ വലിയ ദീനുള്ള ആൾക്കാർ ചെയ്യുന്നതായിട്ട് ജനങ്ങൾക്ക് തോന്നുകയും ചെയ്തു. പണ്ഡിതന്മാർ എഴുതിയേക്കുന്നത് എന്താണെന്നറിയാമോ? ഒരു മനുഷ്യന്റെ ദീനിന്റെ അവസാനത്തെ ബന്ധം എഴുതിയേക്കുന്നു. നമസ്കാരം ലാസ്റ്റ്, അവിടെ മുഴുവൻ താഴോട്ട് പോയി അവസാനത്തെ ബന്ധം. ഇന്ന് നമ്മൾ ഏറ്റവും വലിയ ദീനുള്ളതായിട്ട് കാണുന്നത് ആരെയാണ്? നിസ്കാരം ഉണ്ടെങ്കിൽ വലിയ ദീനുള്ള ആളാണ്. അത് അവസാനത്തെ ബന്ധമാണ്. കല്യാണം ആലോചിച്ചാൽ നിസ്കാരമൊന്നുമില്ല, പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് വലിയ കുഴപ്പമാണെന്ന് അറിയില്ല, ഇത് വമ്പൻ കുഴപ്പമാണ് അതറിയില്ല. നിസ്കാരമൊന്നുമില്ല ചെറുക്കാൻ, വേറെ ഒന്നുമില്ല. വേറെ ഇല്ലെന്ന് പറഞ്ഞാൽ എന്തോ, വേറെ ഇല്ലെന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? സമുദായം താരിഖ് സ്വലാത്തിന് ഇസ്ലാമിൽ എന്ത് സ്ഥാനമാണുള്ളത്? അവനെന്ത് വിലയാണുള്ളത്? അവന്റെ രക്തത്തിന് എന്ത് ഹുർമത്താണുള്ളത്? ഉമർതു അൻ ഉഖാതില الناس حتى يشهدوا ان لا اله الا الله وان محمد رسول الله وتقيم الصلاه. ഒരു മനുഷ്യന്റെ രക്തത്തിൽ ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിൽ മാന്യത കൽപ്പിക്കപ്പെടണമെങ്കിൽ നമ്മൾ നമസ്കരിച്ചിരിക്കണം. അപ്പൊ അള്ളാഹുവിന്റെ മുന്നിൽ അവന് വിലയില്ല. നമ്മൾ പറയാണ് നിസ്കാരമില്ലെന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മുടെ ഒരുപാട് യുവാക്കൾ, യുവതികൾ, നമ്മുടെ വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥിനികൾ ഇന്ന് കലാലയങ്ങളിൽ നമസ്കരിക്കാൻ പറ്റാതെ ശ്വാസം മുട്ടുന്നുണ്ട്. അതിന് കൂടി വരാനുള്ള സാധ്യതയേ ഉള്ളൂ, കൂടാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. ഒന്ന്, മുസ്ലിമീങ്ങളുടെ കലാലയങ്ങളെ, സ്ഥാപനങ്ങളെ നമ്മൾ അതിനെ പ്രൊമോട്ട് ചെയ്യണം, അതിനെ നിലനിർത്തണം, അതിന് പ്രോത്സാഹനം കൊടുക്കണം. അത് എവിടെയാണെങ്കിലും, ഏത് സ്ഥാപനം, ഒരു ചെറിയ കൂരയാണെങ്കിലും, ഒരു മുസ്ലിം അങ്ങനത്തെ അനുവാദമുള്ള ഒരു ചെറിയ സ്കൂൾ, വലിയ സ്കൂൾ, കോളേജ്, അതിനെ നമ്മൾ നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കണം. രണ്ടാമത്, പൊതുവായ ഇങ്ങനത്തെ സ്ഥാപനങ്ങളുടെ തൊട്ടടുത്തായിട്ട് നമസ്കാര സൗകര്യങ്ങൾ ഉണ്ടാക്കണം. നമുക്കതേ ചെയ്യാൻ പറ്റുള്ളൂ. നമസ്കാര സൗകര്യങ്ങൾ കോളേജുകളെടുക്കൽ, സ്കൂളുകളെടുക്കൽ, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നമസ്കരിക്കാൻ പറ്റുന്ന രീതിയിൽ മസ്ജിദുകളാണെങ്കിൽ ആ രീതിയിൽ തുറന്നു കൊടുക്കണം. കുട്ടികൾ വന്നിട്ട് പള്ളിയെല്ലാം ഉണ്ട്, അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്ന് പറയല്ലോ, അവർക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം. അത് സമൂഹത്തിന്റെ ബാധ്യതയാണ്, നമ്മൾ ഏറ്റെടുക്കണം. ഇല്ലെങ്കിൽ ഒരു തലമുറ താരിഖ് സ്വലാത്തായിട്ട് വളർന്നു വരും, ഇതിന്റെ ഗൗരവം അറിയില്ല. അതുകൊണ്ട് ബാക്കിയുള്ളവർ
നമുക്ക് എല്ലാവർക്കും വേണം ഇങ്ങനെയാണ്. ഒരു മുസ്ലിമിന് മുസ്ലിം ആണെങ്കിൽ ഇത് ചെയ്തേ പറ്റുള്ളൂ, വേറെ നിവൃത്തിയില്ല. 5 നേരത്തെ ബാങ്ക് വിളിക്കാൻ എല്ലായിടത്തും വിളിച്ചുകൊണ്ടിരിക്കുക. ഏതെങ്കിലും ആരാധനാലയത്തിൽ അങ്ങനെ വിളിക്കുന്നുണ്ടോ? എന്തെങ്കിലും ഒരു വിളി, ദിവസം ഇന്ന കാര്യം ഇന്ന സമയത്ത് നിർബന്ധമായിട്ട് അനുഷ്ഠിക്കണമെന്ന് പറഞ്ഞു. ഇതെല്ലാം ഭരണകൂടവും എല്ലാ സംവിധാനങ്ങളും അനുവദിച്ചു തരികയാണ്. ലോകത്ത് എവിടെ പോയാലും 5 നേരം വാക്ക് കൊടുക്കപ്പെടും. എന്തിനാണ്? നിർബന്ധമാണ്. ഒരാൾക്ക് മുസ്ലിമായിട്ട് ജീവിക്കാൻ, അവന്റെ മതമനുസരിച്ച് ജീവിക്കാൻ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു വിഷയമാണത്. അതൊരു ഐച്ഛികമായ കർമ്മമല്ല, വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റുന്നതല്ല. അയാൾക്കത് ചെയ്തേ പറ്റുള്ളൂ. തന്റെ ശരീരവും തന്റെ ആത്മാവും തന്റെ ജസദും ശുദ്ധീകരിച്ച് റബ്ബിന്റെ മുന്നിൽ സമർപ്പിക്കണം. ദിവസം 5 നേരം, അത് നിർബന്ധമാണ്. എങ്കിലേ ഒരാൾ മുസ്ലിം ആവുള്ളൂ. അപ്പൊ ഇത് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത് നമ്മൾ പരാജയപ്പെട്ടത് കൊണ്ട് നമുക്ക് പിന്നെ ചെയ്യാൻ കഴിയുന്നത് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ, കോളേജുകൾ, സ്കൂളുകൾ, പ്രത്യേകിച്ച് ഈ സൗകര്യമില്ലാത്ത സ്ഥലങ്ങളിൽ നമസ്കാര സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം കുട്ടികൾക്ക്. ഒരാളെ നമസ്കരിച്ചിട്ട് പോട്ടെ. ആൺകുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക് ഒന്നും ചെയ്യാൻ നമ്മുടെ പള്ളിയൊന്നും പണിയണമെന്നില്ല. പള്ളിയാണെങ്കിൽ അൽഹംദുലില്ലാ, പള്ളിയില്ല, ചെറിയ ചെറിയ സൗകര്യങ്ങളുണ്ട്. ഒരാളെ നമസ്കരിച്ചു പോയാൽ അവരുടെ ജീവിതത്തിൽ ഒരു ഫർള് പൂർത്തിയാക്കാൻ അവസരം ഉണ്ടാവും. നമസ്കരിക്കാനേ പറ്റുകയില്ല, എന്നാലും പഠിക്കണം, അവനെ ഇസ്ലാം പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, നമസ്കരിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, നീ അങ്ങ് പഠിച്ചാൽ മതി. അങ്ങനെയുണ്ടോ? ഖബറിൽ പോകുമ്പോൾ ചോദിക്കുമ്പോൾ ആഖിറത്തിൽ ആദ്യത്തെ ചോദ്യം നിസ്കാരത്തെ കുറിച്ചാണ്. ഞാൻ സ്കൂളിൽ പോയതാ, കോളേജിൽ പോയതെന്ന് പറഞ്ഞാൽ മതി എന്ന് ആരെങ്കിലും ശരീരത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഞാൻ സ്കൂളിൽ പോയിരുന്നാണ്, കോളേജിൽ പോയിരുന്നാണ്, ഓഫീസിലായിരുന്നു, നിസ്കരിക്കാൻ പറ്റിയില്ല, അങ്ങനെ ഉണ്ടോ? അങ്ങനെയില്ല. അയാൾക്ക് മുസ്ലിമായി ജീവിക്കണമെങ്കിൽ ഇത് ചെയ്തേ പറ്റുള്ളൂ, അത് നിർബന്ധമാണ്, വിട്ടുവീഴ്ചയില്ല. അതുകൊണ്ട് അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യണം. എവിടെയാണെങ്കിലും ഈ സമുദായം അത് ഏറ്റെടുക്കണം. മറ്റുള്ളവരുടെ സ്ഥാപനങ്ങളിൽ പറ്റുന്നില്ലെങ്കിൽ അടുത്ത സ്ഥലങ്ങളിൽ നമ്മൾ സൗകര്യം ഉണ്ടാക്കണം. അതിനുവേണ്ടി സ്കൂളിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല, അങ്ങനെ നിയമമൊന്നുമില്ല. അങ്ങനെ ഗവൺമെന്റ് നിയമമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. മനുഷ്യർ ആവശ്യത്തിന് ഒഴിവുള്ള സമയത്ത് പുറത്തുപോയി തിരിച്ചു വരാം, അനുവാദമൊക്കെ വാങ്ങിച്ചെടുക്കാൻ കഴിയും, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ സംവിധാനങ്ങൾ ഉണ്ടാക്കണം, സൗകര്യങ്ങൾ ഉണ്ടാക്കണം, കുട്ടികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അധ്യാപകരുണ്ടെങ്കിൽ അവർ നമസ്കരിച്ച് കാണിച്ചു കൊടുക്കണം. അവർ നിസ്കരിക്കത്തില്ല, അവർ തന്നെ പറയും എല്ലാം കൂടെ ഒന്നിച്ച് നിസ്കരിച്ചാൽ മതിയുടെ. അങ്ങനെയൊക്കെ മെസ്സേജ് കൊടുത്ത് ആഖിറത്തിൽ നമ്മൾ സമാനം പറയേണ്ടി വരും ഒരുപാട്. കുട്ടികളെ അങ്ങനെയൊക്കെ പറഞ്ഞ് വളർത്തിയ അതതിന്റെ സമയത്ത് പൂർത്തീകരിക്കേണ്ടതാണ്. അല്ലാഹുവായിട്ടുള്ള ഹക്കാണ്, കടമയാണ്. ദീൻ എടുക്കപ്പെട്ടിരിക്കുന്ന ആ കാര്യത്തിന്റെ മേലാണ്. നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് സ്കൂള് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഗേൾസ് സ്കൂളിന്റെ അടുത്ത് ഇസ്മായിൽ ഹാജിയുടെ വീട്ടിൽ പെൺകുട്ടികൾക്ക് സൗകര്യം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ പെൺകുട്ടികളോട് പറയണം, നിങ്ങൾ അവിടെ പോയി നിസ്കരിക്കാൻ പറയണം. ഓരോ സമയത്ത് അവിടെ പോയി നിസ്കരിക്കാൻ പറയണം. ചിലവരെ നിസ്കരിക്കട്ടെ. നമ്മുടെ ഇവിടുത്തെ അടുത്തുള്ള സ്കൂളിൽ കുട്ടികൾ ഇവിടെ നിസ്കരിച്ചിട്ട് പോകട്ടെ. റമദാനിൽ വരുന്നുണ്ടല്ലോ, അവരുടെ മോഹ നമസ്കാരം മുടങ്ങാതിരിക്കണം. മുതിർന്ന കുട്ടികൾ അവിടെ ഒന്ന് നിസ്കരിക്കണം, പെൺകുട്ടികൾ അവിടെ മദ്രസയിൽ നിസ്കരിക്കട്ടെ. ഈ സൗകര്യം അതിനു വേണ്ടിയുള്ളതാണ്. നമ്മൾ അതിൽ ശ്രദ്ധ കാണിക്കാത്തത് കൊണ്ടും നമ്മൾ അതിനെ ഗൗരവം കുറച്ച് കാണിച്ചത് കൊണ്ടുമാണ് ഇതൊന്നും അത്ര ആവശ്യമുള്ള കാര്യമല്ലേ, ഏതോ ഇതിനുണ്ട് ദീനുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്ന് മറ്റുള്ളവർ തെറ്റിദ്ധരിച്ചത്. സഹോദരങ്ങൾ, അങ്ങനല്ല. ഒരു നേരത്തെ നമസ്കാരം കാരണം കൂടാതെ കളാക്കിയാൽ ഒരു ഹുക്ബാൻ നരകത്തിലായിരിക്കുമെന്ന് ഹദീസിൽ കാണാൻ കഴിയും. 2,88,00,000 വർഷം. ആര് സഹിക്കും? അത് ആര് അതിന് പരിഹാരം കാണും? നാളെ ആഖിറത്തിൽ ആര് സഹായിക്കും? ആര് രക്ഷിക്കും? അതുകൊണ്ട് നമ്മുടെ നമസ്കാരങ്ങളും നമ്മുടെ വീട്ടിലുള്ളവരുടെ നമസ്കാരത്തെയും നമ്മൾ ഗൗരവം കുറച്ച് കാണരുത്. അത് ഇസ്ലാമുമായിട്ടുള്ള നമ്മുടെ ലാസ്റ്റ് ബന്ധമാണ്, അവസാനത്തെ ബന്ധം. അത് തീർന്ന അറ്റുപോയി. എല്ലാവരും ശ്രദ്ധിക്കുക. അല്ലാഹു തൗഫീഖ് തരുമാറാകട്ടെ. അതുപോലെ സക്കാത്ത്, നോമ്പ്, ഹജ്ജ്, ഈ 5 കാര്യങ്ങൾ പ്രവൃത്തിപരമായി അതിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് അത് പൂർത്തീകരിച്ചാലേ ഒരാൾ പരിപൂർണ്ണ മുസ്ലിം ആകും. ഹജ്ജിന് വേണ്ടി ഗവൺമെന്റ് ആപ്ലിക്കേഷൻ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ വർഷത്തെ ഹജ്ജിന് വേണ്ടി. അപ്പൊ ഈ അടുത്ത സമയത്ത് ഹാജിമാർ വന്നു, അവരുടെ യാത്രയൊക്കെ നടത്തി തിരിച്ചു വന്നു. അവരുടെ നമ്മളവർ സ്വീകരിച്ച അവരുടെ യാത്രാനുഭവങ്ങൾ പറഞ്ഞു കേട്ടു. എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, ആഫിയത്തുള്ളപ്പോൾ പോയി ഹജ്ജ് ചെയ്യണം. ഹജ്ജിന് ഉദ്ദേശിച്ചാൽ നേരത്തെ പോകണം.
അത് പിന്നാകട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്നത്. ഗൗരവമായ ഒരു താക്കീത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫർളായിട്ട് ഒരാൾ നിർവഹിച്ചില്ല എങ്കിൽ അവൻ യഹൂദിയോ നസ്രാനിയായിട്ട് മരിച്ചു പോകട്ടെ എന്ന് വരെ ഹദീസിലുണ്ട്. എത്ര ഗൗരവമുള്ള. അതുകൊണ്ട് ഗവൺമെന്റ് ഇപ്പോ അടുത്ത വർഷത്തേക്കുള്ള ഹജ്ജിന് അപേക്ഷ സ്വീകരിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഹജ്ജ് ഫർളായിട്ടുള്ള എല്ലാവരും, ആഗ്രഹിക്കുന്ന എല്ലാവരും നേരത്തെ തന്നെ അപേക്ഷ സമർപ്പിക്കുക. അപേക്ഷ കൊടുക്കുന്നതിന് പൈസ ഒന്നും വേണ്ട, കിട്ടിക്കഴിഞ്ഞാൽ അള്ളാഹുവിന് എളുപ്പമാക്കി. ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. സ്ത്രീകളെ മാത്രമായിട്ട് വിടുന്ന കാര്യത്തിൽ നമ്മൾ ആരും അതിനെ എടുത്ത് ആ രീതിയിലാക്കരുത്. സ്ത്രീകൾ ആരെങ്കിലും അവരുടെ കുടുംബത്തിൽ മഹറമുകൾ പോകാൻ തയ്യാറായി, പെണ്ണുങ്ങളെല്ലാം കയറ്റി വിടുക ഹജ്ജിന്, ഉംറയ്ക്ക്. മഹറമുമില്ല, ഒന്നുമില്ല. സൗദി ഗവൺമെന്റ് അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നതിന്റെ കാരണം എന്താണെന്ന് അവർ ഇത്രയും കാലം അനുവദിച്ചിരുന്നില്ല. യൂറോപ്പില്, അമേരിക്ക പോലെയുള്ള പാശ്ചാത്യ നാടുകളിൽ നിന്നും ഇസ്ലാം സ്വീകരിച്ചു വരുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്, അവർക്ക് മഹറമില്ല. അപ്പൊ അവർ നിരന്തരം ചോദ്യം, ഞാൻ കാബിൽ പറഞ്ഞ ഞങ്ങൾക്ക് ഹജ്ജ് ചെയ്യണം. അങ്ങനെയുള്ള നിരന്തര ചോദ്യം കാരണമായിട്ടാണ് സ്ത്രീകളുടെ ഒരു സംഘം ഉണ്ടെങ്കിൽ വന്നു പോകാന്ന് പറഞ്ഞത്. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഇത്രയേ ആണുങ്ങൾ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് പോകാനൊന്നും അല്ല പറഞ്ഞത്. അതെല്ലാം തട്ടിക്കൂട്ടി പെണ്ണുങ്ങളെല്ലാം കയറ്റിയത് അവിടെ പെണ്ണുങ്ങളെ അനുഭവിക്കും. അതുകൊണ്ട് നമ്മുടെ ഉമ്മമാരി സഹോദരിമാരെ അങ്ങനെ വിത്തൗട്ട് മഹറമിൽ പോകാൻ നിങ്ങൾ നിൽക്കേണ്ട. ആരെങ്കിലും മഹറമിനെ കൂട്ടത്തിൽ കൂട്ടി വിടുക, മഹറമെ കൂടെ പോകുക. ഏതായാലും ഹജ്ജ് ഫർളാണെങ്കിൽ ആ ഹജ്ജിന്റെ കാര്യം നമ്മൾ ഗൗരവമായി ശ്രദ്ധിക്കുക. ഈ 5 കാര്യങ്ങൾ ഒരാളുടെ ഇസ്ലാമിന്റെ അടിസ്ഥാന യോഗ്യതയാണ്. ബാക്കി അങ്ങോട്ട് ദീനിന്റെ ഒരുപാട് വിഷയങ്ങൾ കിടക്കും. ഇത് അടിസ്ഥാനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ മനസ്സിലാക്കി